ഒരിക്കൽ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധത്തിനും അടിസ്ഥാനമില്ല. എന്നെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ വേദനിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് എനിക്ക് ചിലത് പറയാനും ഉണ്ടാവും. മാമുത്തശ്ശി, എടുക്ക് ചെറിയമ്മേ. ഹലോ മോളെ, നാളെ എപ്പോഴാ അമ്പലത്തിലേക്ക് വരുന്നേ? ആ നാളെ രാവിലെ തന്നെ വരും മോളെ. മോള് മോള് ശ്യാമ മേഡത്തിന്റെ കാര്യല്ലേ ചോദിച്ചേ? ആ അതെ, പക്ഷെ ഞാൻ അതാ ചോദിക്കുന്നത്, ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ കണ്ടുപിടിച്ചേ? അതെനിക്ക് അറിഞ്ഞൂടെ, അതാ ഞാനതിന്റെ മറുപടി ഇത്ര പെട്ടെന്ന് തന്നെ പറഞ്ഞേ. മാഡം, ഞാൻ കാണാൻ പോകുന്നുണ്ട്. ഞാൻ പോകുമ്പോ ഫിദ മാഡം കൂടി എൻ്റെ കൂടെ വരുമോ? എങ്കിലും എന്നെ ഒന്ന് നന്നായിട്ട് പരിചയപ്പെടുത്താലോ? അത് എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് മോളെ. അത്യാവശ്യമായിട്ട് എനിക്കിതിന് പോയേ പറ്റൂ. നമ്മുടെ അനാഥാലയത്തിലൊരു കുട്ടിയുടെ കല്യാണം. കുഴപ്പമില്ല, ഞാൻ ശ്യാമ മേഡത്തിനോട് വിളിച്ചു പറഞ്ഞേക്കാം. മോളെ നന്നായിട്ട് അറിയാലോ, പാട്ടും കേട്ടിട്ടുണ്ട്. രാധിക മോള് വരുന്നുണ്ടെന്ന് സ്പെഷ്യലായിട്ട് തന്നെ ഞാൻ പറഞ്ഞേക്കാം. എങ്കിൽ നന്നായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ നാളെ ശ്യാമ മേഡത്തിനെ കാണണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കണോ നിക്കണോ എന്നൊന്നും അറിയാൻ വയ്യ. എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. നിങ്ങൾ തമ്മിൽ കാണാൻ ഇനി അധികം വൈകാൻ പാടില്ല. ഞാനേ ഒരു നല്ല ഡ്രസ്സൊക്കെ എടുത്ത് തേച്ച് വെക്കട്ടെ. ശ്യാമ മേഡത്തിന് ആദ്യമായിട്ട് മുഖാമുഖം കാണാൻ പോവല്ലേ. ആയിക്കോട്ടെ മോളെ. മോള് പെട്ടെന്ന് വിളിച്ചപ്പോ വാക്കുകൾ തെറ്റിപ്പോയല്ലേ? ചോദ്യം അങ്ങനെയായിരുന്നല്ലോ, പെട്ടെന്നറിയാതങ്ങ് പറഞ്ഞുപോയി. അത് സാരമില്ല. നാളെ നേരിൽ കാണുന്ന മുഹൂർത്തത്തിലെ അബദ്ധങ്ങളൊന്നും പറയാതിരുന്നാ മതി. ഫിദയായിട്ട് ജീവിക്കുമ്പോ ഇടയിൽ മറയായിട്ടൊരു വസ്ത്രമുണ്ട്. നാളെ ആ മറയില്ല. എനിക്കറിയില്ല എങ്ങനെ ഞാൻ അവളെ ഫേസ് ചെയ്യാന്ന്. നമ്മളെ ഇവിടെ കുഴിച്ചിട്ടിട്ട് അവൻ വീണ്ടും മുങ്ങി കാണൂടി. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ശരിയാക്കി എടുത്ത് തന്നാ മതിയായിരുന്നു. വരുന്നുണ്ട്. എന്താ ശരത്തെ? ഡയറക്ടർ ദീപാങ്കുരൻ സാറിന് അത്ര താല്പര്യമൊന്നും വരുന്നില്ല. പിന്നെ പുതിയ പടത്തിന്റെ പ്രൊഡ്യൂസറിനെ ഞാൻ അറിയും. അയാൾക്ക് ഞാൻ ചില സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാ. കാര്യമായിട്ട് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ റോളുകളിൽ ഒന്ന് തരാമെന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് ഇമ്മീഡിയറ്റ് തുടങ്ങുകയും ചെയ്യും. പക്ഷെ പ്രിയങ്കയാണെന്ന് അറിഞ്ഞപ്പോൾ അവരൊരു നിബന്ധന വെച്ചു. എന്ത് നിബന്ധന? നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ശമ്പളത്തിന്റെ കാര്യമാണ് പറഞ്ഞേ. ശമ്പളം അവർ നിശ്ചയിക്കുന്ന, കൂട്ടി ചോദിക്കാനും പാടില്ല. അതെന്ത് നിശ്ചയിക്കല? ഞാൻ പണിയെടുക്കുന്നതിന്റെ ശമ്പളം എത്രാന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നേ. അങ്ങനെയൊക്കെ വാശി പിടിച്ചാൽ നടക്കില്ല പ്രിയങ്ക. ഇത് വേണോ വേണ്ടയോന്ന് നീ തീരുമാനിക്ക. എടി, നമ്മുടെ മുമ്പിൽ വേറെ മാർഗം ഉണ്ടോടി? അതങ്ങ് സമ്മതിക്ക്.
ഇതിനൊക്കെ കാരണം നീയാ. എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും നഷ്ടപ്പെടുത്തിയിട്ട് ഞാനിപ്പോ ഇങ്ങനെ തെരുവിലിറങ്ങി നടക്കേണ്ടി വന്നില്ലേ? പ്രിയങ്ക, ഒന്നെങ്കിൽ എന്നോട് പ്രതികാരം ചെയ്യ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള മാർഗം നോക്കും. പ്രിയങ്ക, ദേ ഒരൊറ്റ പടത്തിൽ കഴിവ് തെളിയിച്ചാൽ മതി. പിന്നെ ഈ പടത്തിൽ നഷ്ടപ്പെട്ട പണം അടക്കം ഞാൻ പിടിച്ചു തരാം. പ്രിയങ്ക, ഇത് സിനിമയാണ്. ആയിരക്കണക്കിന് ആളുകൾ 1 രൂപ പ്രതിഫലം പോലും വാങ്ങിക്കാതെ അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. മോളെ, നമ്മളെ തോപ്പിച്ചവരുടെ മുമ്പിൽ നമുക്ക് ജയിക്കണ്ടേടി. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഉയരത്തിലെത്തണ്ടേ? ആദ്യത്തെ പടിയാണെന്നങ്ങ് വിചാരിച്ചാൽ മതി. ശരി, ഞാൻ പ്രതിഫലത്തിന്റെ കണക്കൊന്നും പറയുന്നില്ല. ഇതും എന്ത് വേഷമാ? തൊഴിലുറപ്പിന് പോകുന്ന ഒരു പെണ്ണിന്റെ വേഷം എന്തോ മറ്റോ ആണ്. എനിക്കോ? തൊഴിലുറപ്പിന് പോകുന്നൊരു പെണ്ണിന്റെ വേഷോ? ഒരുമാതിരി വൃത്തികെട്ട കോസ്റ്റ്യൂമും. കഥയിലെ നിർണായക കഥാപാത്രമാണ്. ക്ലൈമാക്സിൽ ഒരു ഈ ക്യാരക്ടറുണ്ട്. നന്നായിട്ട് ചെയ്ത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം. മോളെ, അഭിനയിക്കാൻ ഇറങ്ങിയാ പിന്നെ എന്തായാലും എന്താ? ഒന്ന് നിർത്തുന്നുണ്ടോ മുത്തശ്ശി? ഒന്നും അറിഞ്ഞുകൂടാ, ചുമ്മാ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരത്തെ, ശരി എന്നാ ഇതെങ്കി ഇത് തുടക്കം ഇങ്ങനെ തന്നെ ആവട്ടെ. നമുക്കിതിൽ പിടിച്ചാൽ കയറാം. പ്രിയങ്കയെ ഉയരങ്ങളിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് സംഭവിച്ചില്ലെങ്കിൽ നിന്നെ നരകത്തിൽ എത്തിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അവിടെ നിൽക്കുക. ഇഷ്ടമുള്ളപ്പോ വരാനും പോകാനും. ഇത് ലോഡ്ജല്ല, എന്റെ വീടാ. നിന്റെ വീടാണെന്ന അധികാരം ഉണ്ടെങ്കിലേ ഞങ്ങളെങ്ങ് പുറത്താക്കിക്കോ, അല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കാനുള്ള ആളുകളെ വിളിച്ചോ. അതിന് ആരാ ഇവിടെ തടസ്സം നിൽക്കുന്നേ? പ്രിയങ്ക മോക്കു എനിക്കുള്ള അവകാശം കൃത്യമായിട്ട് വേർതിരിച്ചു തന്ന ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ പിന്നെ ഒരു മാർഗമേ നിന്റെ മുമ്പിലുള്ളൂ. ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുക. ഞങ്ങൾക്കതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതുവരെ തമ്മിൽ തമ്മിൽ ബന്ധമില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു ലോഡ്ജ് തന്നെയായിരിക്കും ഇത്. അത് മതി. ഒരിക്കൽ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധത്തിനും അടിസ്ഥാനമില്ല. എന്നെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ വേദനിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് എനിക്ക് ചിലത് പറയാനും ഉണ്ടാവും. മാമുത്തശ്ശി, പറഞ്ഞത് ശരിയാ. പരസ്പരം ബന്ധമില്ലാത്ത ആളുകൾ പല മുറികളിൽ താമസിക്കുമ്പോ ഇത് വീടല്ല, ലോഡ്ജ് തന്നെയാ.